الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയകാലങ്ങളുടെ ഉടമസ്ഥനാണ്. സമയത്തിന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്, കാലത്തിന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്. ദുശ്ശകുനം, സമയദോഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. അള്ളാഹു പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത്. ഇന്നമ അനദ്ദഹർ, ഞാനാണ് കാലം, എൻ്റെതാണ് കാലം, ഞാനാണ് സമയകാലങ്ങളെ തിരിക്കുന്നത്, രാത്രിയെ പകലാക്കുന്നത്, പകലിനെ രാത്രിയാക്കുന്നത് ഞാനാണ്. സമയത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, അതിനെ നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന സമയങ്ങളിലോ കാലങ്ങളിലോ അങ്ങനെ ഒരു ദുശ്ശകുനം ഞാൻ നിശ്ചയിച്ചു വെച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയങ്ങളെ മുഴുവനും ഖൈറാക്കിയിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ആകാശഭൂമികൾ നിർമ്മിച്ച കാലം മുതലേ അല്ലാഹു തആല സമയത്തെ സംവിധാനിച്ചിട്ടുണ്ട്. പ്രപഞ്ചം, ഭൗതിക പ്രപഞ്ചം ചലനാത്മകമാണ്. സൂര്യൻ ചലിക്കുന്ന ഗോളമാണ്, ചന്ദ്രൻ ചലിക്കുന്ന ഗോളമാണ്, നക്ഷത്രങ്ങൾ ചലിക്കുന്ന ഗോളങ്ങളാണ്. ആ ചലനം കൃകൃത്യമായ കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ,
കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ, സൂറത്ത് യാസീൻ. എല്ലാ ഗോളങ്ങളും അതിന് നിശ്ചയിച്ച രേഖകളിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രതിഭാസത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന വിഷയമാണത്. ആ രീതിയിൽ ഗോളങ്ങളെ വളരെ കൃത്യമായ സമയം നിശ്ചയിച്ച് തിരിക്കുകയാണ് അല്ലാഹു തആല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ആകാശ ഭൂമികളുടെ നിർമ്മാണത്തിലും രാവ് പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെയാണ്. ഈ സമയങ്ങളെയും കാലങ്ങളെയും അഅമാലുകളുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചു. എന്നിട്ടത് റിസാലത്തിലുള്ള ഷഹാദത്തുമായിട്ട് അല്ലാഹു തആല കണക്ട് ചെയ്തു. ഒന്നും സുമാറല്ല. ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ സംവിധാനമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവാണ് വ്യവസ്ഥകൾ ക്രമീകരിക്കേണ്ടത്. സമയകാലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഅമാലുകളെ നിശ്ചയിച്ചത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് ആകാശ ഭൂമികൾ നിർമ്മിച്ച കാലം മുതൽക്ക് തുടങ്ങിയതാണ്. മലക്കുകളുടെ അമലുകൾക്ക് സമയകാലങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ജിന്നുകളുടെ അമലുകൾക്ക് സമയകാലങ്ങളുമായിട്ട് ബന്ധമുണ്ട്. മനുഷ്യരുടെ അമലുകളെയും അല്ലാഹു സമയകാലങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സമയകാലത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞ എന്നൊരു വിഷയം സൂറത്ത് തൗബയിൽ, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഇന്ന ഇദ്ദത്തശ് ശുഹൂർ, തീർച്ചയായും മാസങ്ങളുടെ എണ്ണം, മാസങ്ങളുടെ എണ്ണം. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ ഭരണ സംവിധാനത്തിൽ മാസങ്ങളുടെ എണ്ണം 12 ശഹ്റ, 12 മാസങ്ങളാണ്. ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ രേഖയിൽ 12 മാസമാണ് കാലഗണന. ഇതിന് ലോകത്തൊരിക്കലും മാറ്റങ്ങൾ വന്നിട്ടില്ല. മധ്യകാലഘട്ടത്തിൽ ആരോ 6 മാസത്തെ ഒരു വർഷത്തിന്റെ ടൈമായി ചിത്രീകരിക്കുകയും പെട്ടെന്നത് കാലഹരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ഭൂലോകത്ത് 12 മാസത്തെ മാറ്റിക്കൊണ്ട് ഒരു കാലഗണന ലോകത്ത് ആരും തന്നെ ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല. ശാസ്ത്രജ്ഞന്മാരാവട്ടെ, ഭൗതികവാദികളാവട്ടെ, മറ്റ് ശാസ്ത്രവാദികളാവട്ടെ, ആരും ഈ ലോകത്തെ മനുഷ്യന് ഓർമ്മയുള്ള കാലം മുതൽക്ക് ഇങ്ങോട്ട് 12 മാസത്തിനപ്പുറത്ത് വർഷത്തിന് ഇത്ര മാസം എന്നോ ഇത്ര ദിവസം എന്നോ നിശ്ചയിച്ചതായിട്ട് മാറ്റി നിശ്ചയിച്ചതായിട്ട് നാം കാണുന്നില്ല ചരിത്രത്തിൽ. അന്നും ഇന്നും 12 മാസം തന്നെയാണ് ഒരു വർഷത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയത്ത് ദിവസത്തിന്റെ ദൈർഘ്യത്തിന് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ അല്ലാഹു മാസങ്ങളുടെ ദൈർഘ്യത്തെ പറ്റിയാണ് പറഞ്ഞത്. 12 മാസമാണ്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളെ നിർമ്മിച്ച 1-ാം തീയതി മുതൽ തന്നെ അല്ലാഹു സമയകാലങ്ങളെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയകാലങ്ങൾക്ക് അല്ലാഹു അവന്റെ ദർബാറിൽ നിശ്ചയിച്ച കലണ്ടർ 12 മാസമാണ്. എന്നാൽ ദിവസങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് വ്യത്യസ്തങ്ങളുണ്ട്. ഭൂമിയുടെ ദിവസമല്ല ചന്ദ്രനിൽ, ചന്ദ്രന്റെ ദിവസമല്ല ചൊവ്വയിൽ, ചൊവ്വന്റെ ദിവസമല്ല ബുധനിൽ. അതിന്റെ അപ്പുറത്തുള്ള യുറാനസ്, പ്ലൂട്ടോ, അതേപോലെ തന്നെ ഗാലക്സികളിൽ അതിന് ദിവസങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള ദിവസങ്ങൾക്കും വ്യത്യാസമുണ്ട്. എന്താണ് സൂറത്തു സജദയിൽ അല്ലാഹു തആല ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞത്, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ഫീ യൗമിൻ, ഒരു ദിവസം, കാന മിഖ്ദാറുഹു, ആ ദിവസത്തിന്റെ ദൈർഘ്യം, ആ ദിവസത്തിന്റെ ദൈർഘ്യം അൽഫ സന, ഒരു വർഷത്തിന്റെ ദൈർഘ്യത്തിന് തുല്യമാണ്. മിമ്മാ തഉദ്ദൂൻ, ഭൂമിയിൽ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന 1000 വർഷം കഴിഞ്ഞ അൽഫസന, 1000 വർഷത്തിന് എത്ര സമയമെടുക്കുമോ അത്ര സമയമെടുക്കും അവിടെ ഒരു ദിവസം തീരാൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അങ്ങനെയുള്ള 12 മാസം, അവിടെയും മാസം 12 തന്നെയാണ്. കാരണം അല്ലാഹു തആല മാറ്റിയിട്ടില്ല. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ നിർമ്മിച്ച നാൾ മുതലേ 12 മാസത്തെയാണ് അല്ലാഹു തആല കലണ്ടർ നിശ്ചയിച്ചിരിക്കുന്നത്. ആ 12 മാസത്തെ ഗണിച്ചെടുക്കാനുള്ള ദിവസങ്ങൾക്ക് വ്യത്യാസമുണ്ട്. വേറെ ഒരു സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെ പറഞ്ഞിടത്ത്, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. ഫീ യൗമിൻ, ഒരു ദിവസം, കാന മിഖ്ദാറുഹു, ആ ദിവസത്തിന്റെ ദൈർഘ്യം 50 അൽഫ സന, 50,000 വർഷം കഴിയുന്നതിന് തുല്യമാണ്. ഭൂമിയിൽ 50,000 വർഷം കഴിയാൻ എത്ര സമയമെടുക്കുമോ അത്രയും ദൈർഘ്യം അവിടെ ഒരു ദിവസത്തിനുണ്ടാകുമെന്ന് ഖുർആനാണ്.
ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആകാശാരോഹണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് ഉയർത്തി. ബൽ റഫഅഹു അല്ലാഹ് വമാ ഖതലൂഹു, ജൂതന്മാർക്ക് അവരെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. വമാ സ്വലബൂഹു, ജൂതന്മാർക്ക് ഈസാ നബിയെ കുരിശിത്തറക്കാനും കഴിഞ്ഞിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, ആള് മാറിപ്പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അല്ലാഹു തആല അതിനെ പറഞ്ഞ എന്താണ്? ബൽ റഫഅഹു അല്ലാഹ്, ഈസയെ അല്ലാഹു തആല ഉയർത്തുകയാണ് ചെയ്തത്. വളരെ കൃത്യമാണ്. അതിന് വളച്ചു തിരിച്ചർത്ഥം വെക്കാനൊന്നും മെനക്കെടണ്ട. നേർക്ക് നേരെ വഹ്യിന്റെ അനുസരിച്ച് അമൽ ചെയ്താൽ മതി. അള്ളാഹു പറഞ്ഞിടത്ത് നിന്നാ മതി. അഭൗതിക കാര്യങ്ങളിൽ, ഭൗതിക കാര്യങ്ങളിൽ മാത്രം സാങ്കേതിക ജ്ഞാനം വെച്ചിട്ട് വ്യാഖ്യാനിക്കാൻ മെനക്കെട്ടാൽ മതി. സാങ്കേതിക ജ്ഞാനം മീൻസ് സയൻസിന്റെ ഇൽമ്. അത് ഭൗതിക കാര്യം, കൗനിയായ കാര്യം. അത് അല്ലാഹു തആല മനുഷ്യർക്ക് വിട്ടുകൊടുത്തതാണ്. അഭൗതിക കാര്യം, ഗൈബായ കാര്യത്തെ സംബന്ധിച്ച് വഹീന്റെ ഇൽമിൽ നിൽക്കാനേ നമുക്ക് അവകാശമുള്ളൂ. അവിടെ നമ്മുടെ ഹവയനുസരിച്ച്, ഊഹമനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ഷഹാദത്ത് ബാത്തിലാവും. ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ ബാത്തിലാവും, ചിലപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ ബാത്തിലാവും. അപകടമാണ് അത്തരം വ്യാഖ്യാനം, അപകടമാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് ഇസ്ലാമിനെ സ്ഥാപിക്കാനൊന്നും ആരും മെനക്കെടണ്ട. അതൊരു തരം മാനസിക രോഗമാണ്. ശാസ്ത്രീയമായിട്ട് ഇസ്ലാമിനെ ബാധിക്കല്, ഇസ്ലാമിനെ സ്ഥാപിക്കല്. അങ്ങനെയാണ് ഈ സയൻസ് റസൂലുള്ളാഹിണ്ടായത്. അതായത് റസൂലുള്ളാ മുഹമ്മദ് റസൂൽ അംഗീകരിക്കണമെങ്കിൽ സയൻസ് അംഗീകരിക്കണം എന്ന വാദമുണ്ടായത് അങ്ങനെയാണ്. തികച്ചും ഷഹാദത്ത് ബാത്തിലായി പോകുന്ന ഏർപ്പാടാണത്. യാതൊരു സംശയം ആർക്കും വേണ്ട. അതുകൊണ്ട് അമിതമായ ഭൗതിക ജ്ഞാനം ഇസ്ലാമിലേക്ക് കടത്തിയിട്ട് ഞാൻ വലിയ ചിന്തകനാണ്, ഞാൻ വലിയ ചിന്തിക്കുന്നവനാണെന്ന് വെറ്റിത്തീർക്കാൻ ആരും മെനക്കെടണ്ട. വഹ്യിന്റെ ഇൽമായിട്ട് തന്നെ കണ്ടാൽ മതി. വഹ്യിന്റെ ഇൽമിന് വ്യാഖ്യാനങ്ങളില്ല. അള്ളാഹ് പറഞ്ഞെടുത്ത് നിന്നാ മതി. അതിന്റെ കൈഫിയത്ത്, അതിന്റെ മിസ്ലിയത്ത്, അതിന്റെ ഒന്നിന് നമ്മൾ മെനക്കെടണ്ട. അതെങ്ങനെ, ഏതുപോലെ, ഏതിന് തുല്യം, എപ്പോൾ, അതൊന്നും ചിന്തിക്കാൻ നമ്മൾ മെനക്കെടണ്ട. അള്ളാഹു പറയുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. ആമന്ന വസല്ലംന വസദ്ദഖ്ന. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിൽ ജീവിക്കുകയാണ്. എന്താ ബുദ്ധിമുട്ട്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിൽ ജീവിച്ച് ഭൂമിയിലേക്ക് വരുത്താൻ അല്ലാതെ കഴിയുമെങ്കിൽ ഈസാ നബി ഭൂമിയിൽ ജീവിച്ച് ആകാശത്തേക്ക് അങ്ങ് ഇങ്ങോട്ട് പറ്റും, ഇങ്ങ് അങ്ങോട്ട് പറ്റൂല. അല്ലാതെ എന്തിനാ നിങ്ങൾ അങ്ങനെ കൊച്ചാക്കണത്? നമ്മൾ അതിനോട് കൂട്ടി വായിക്കും. ആദം ആകാശത്തിന് വന്നതല്ലേ, ആകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആളല്ലേ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ ജീവിച്ച ആളല്ലേ, എന്തിന് സ്വർഗത്തിൽ പോയി താമസിച്ച ആളല്ലേ. അവിടുന്ന് ഭൂമിയിലേക്ക് വന്ന് താമസിച്ചില്ലേ? പിന്നെ അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിൽ സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈസാ നബിയെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ആകാശത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ അല്ലാഹു കഴിവുള്ളവനല്ലേ? അലൈസ ബിഖാദിർ, അല്ലാഹു കഴിവുള്ളവനല്ലേ? അതിന് നമ്മളെന്തിനാ ഈ ഹവക്ക് വഴിപ്പെട്ടിട്ട് നമ്മൾ ദുർവ്യാഖ്യാനം നടത്തിയിട്ട് ജയിക്കാൻ പോകുന്നതിന്? ആരോട് ജയിക്കാൻ? ആർക്ക് ജയിക്കാൻ? ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു ആകാശത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഇങ്ങോട്ട് വരും. അന്നും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് 33 വയസ്സായിരിക്കും. പോകുന്നത് 33-ാമത്തെ വയസ്സിലാണ്, വരുന്നത് 33-ാമത്തെ വയസ്സിലാണ്. അതെങ്ങനെ 2026 കൊല്ലമായില്ലേ? നമ്മൾ ഈ പൊട്ടത്തരം വാദിക്കാൻ വലിയ മുടുക്കാ സയൻസുകാർക്ക്. 2020 2026 ആണല്ലോ ഇത് സ്ഥാബ്ദം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനിച്ചിട്ട് 2026 കൊല്ലമായില്ലേ? 2026 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും വരുമ്പോ ആ പ്രായം തന്നെ. എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? കൂട്ടരെ, വിഡ്ഢിത്തമല്ല. നേരത്തെ സൂചിപ്പിച്ചനുസരിച്ചാണെങ്കിൽ 50,000 കൊല്ലം കഴിഞ്ഞാലേ ഒരു ദിവസമാകുള്ളൂ. അവിടെയാണ് ഈസാ നബി ജീവിക്കുന്നെങ്കിൽ ഈസാ നബിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഇപ്പോ അര വയസ്സായിട്ടുണ്ടാകും. ഒരു ദിവസമായിട്ടുണ്ടാകുമോ? 2024 50,000 വ്യത്യാസമില്ലേ? ഇത് 2026 ആയിട്ടുള്ള ഈസാ നബി ജനിച്ചിട്ട് അള്ളാന്റെ അടുത്ത് 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുണ്ട് എന്ന ഒരു ദിവസത്തിനുണ്ട്. എങ്കിൽ പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് ആരാൻ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം കഴിയാൻ ഇവിടെ 50,000 കൊല്ലം കഴിയണ്ടേ? അപ്പൊ ഈസാ നബിക്ക് എത്രയായിരിക്കും വയസ്സ്? അങ്ങനെ ചിന്തിക്കാത്തത് എന്താ? നേരെ ചൊവ്വ നല്ല ബുദ്ധിയോടെ ചിന്തിക്കും. സയൻസ് തലി കയറിയിട്ട് പിരാന്താവണ്ട. വളരെ കൃത്യമല്ല. 1000 കൊല്ലത്തിന്റെ കണക്കെടുത്ത് നോക്കി. 1000 കൊല്ലമുള്ള ദിവസം അങ്ങനത്തെ സ്ഥലമുണ്ട് അല്ലാഹു തആലക്ക്. അള്ളാന്റെ കലണ്ടർ അനുസരിച്ച് 1000 കൊല്ലം ദൈർഘ്യമുള്ള സമയം. 1000 കൊല്ലത്തിന്റെ ഖദർ മിമ്മാ തഉദ്ദുന പറഞ്ഞത് നമ്മളോടാ പറയുന്നത്. നിങ്ങൾ ഈ ഭൂമിയിൽ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന 1000 കൊല്ലമില്ലേ? ആ 1000 കൊല്ലം കഴിയുന്ന സമയം എടുക്കും അവിടെ ഒരു ദിവസം കഴിയാൻ. ആ സ്ഥലത്താണ് ഈസാ നബി ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര ദിവസമായിട്ടുണ്ടാവും? 2.5 ദിവസമേ ആയിട്ടുണ്ടാവുള്ളൂ. 2.25 ദിവസം അല്ലെ ഈസാ നബിന്റെ പ്രായം? കണക്ക് കൂട്ടിക്കൂടെ, പിള്ളേർക്കും കൂടി കണക്കൂട്ടറിയുന്ന കാലമല്ലേ? 2026 എന്ന് പറയുമ്പോൾ 1000 കൊല്ലത്തിന് ഒരു ദിവസമാണെങ്കിൽ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെയാണ് അല്ലാഹ് താമസിപ്പിച്ചതെങ്കിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശ ലോകത്ത് സുഖസുഭിക്ഷമായി താമസിപ്പിക്കാൻ അല്ലാഹ്ക്ക് കഴിയുമെങ്കിൽ, ഒന്നിച്ച് ഭാര്യയെയും താമസിപ്പിക്കാൻ കഴിയുമെങ്കിൽ, രണ്ടുപേരെയും സ്വർഗത്തിൽ പാർപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഒക്കെ ഖുർആൻ നസ്സല്ലേ കൂട്ടരെ?
പിന്നെ ഈസാ നബിനെ കൊണ്ടുപോയിട്ട് അവിടെ താമസിപ്പിക്കാനാണ് അള്ളാഹു താലക്ക് ബുദ്ധിമുട്ട്? എന്താ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദോഷം. അള്ളാഹുവിനെ മതിക്കേണ്ട രീതിയിൽ മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദോഷം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സമയകാലങ്ങളുടെ ഉടമസ്ഥനാണ്. സമയങ്ങളെ വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. യസ്അലൂനക അനിൽ അഹില്ല, ചന്ദ്രോദയത്തെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ചോദിക്കും. പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് സമയം നിശ്ചയിക്കാനും നിങ്ങളുടെ അമലുകൾ തർത്തീബാക്കാനും ഹജ്ജ് പൂർത്തിയാക്കാനും വേണ്ടി സമയത്തെ നിശ്ചയിക്കാൻ വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയകാലങ്ങളെ നിശ്ചയിച്ചിട്ട് കാലങ്ങളെ കുറയായി. എന്നിട്ട് ആ സമയകാലങ്ങളുമായി അമലുകളെ ബന്ധിപ്പിച്ച് റിസാലത്തിനെ അല്ലാഹു തആല റിസാലത്തിന്റെ ഷഹാദത്തിനെ ഒന്നുകൂടി കടുപ്പിക്കുകയാണ്. ഒന്നാമത്തത്, ഷഹാദത്ത് സ്വഹിയാക്കി നിർത്താൻ ഇസ്തിഖാമത്തിന് വേണ്ടിയാണ് അഅമാലുകളെ നിശ്ചയിച്ചിരിക്കുന്നത്. ഷഹാദത്തിന്റെ ഇസ്തിഖാമ നമ്മളന്ന് പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഷഹാദത്തിന്റെ ഇസ്തിഖാമ, ഷഹാദത്ത് അല്ലാഹു തൗഫീഖ് നൽകിയ ഹിദായത്ത് സമ്മാനമായി നൽകിയവരിൽ നിന്ന് അല്ലാഹു ആദ്യമായി ആവശ്യപ്പെടുന്നത് ഷഹാദത്താണ്, കരാറാണ്, ഉടമ്പടിയാണ്, എഗ്രിമെന്റാണ്. ഹിദായത്ത് അല്ലാഹു തആല നൽകിയ ഒരാളിൽ നിന്ന് അല്ലാഹു ആദ്യമായി ആവശ്യപ്പെടുന്നത് എഗ്രിമെന്റ് ആണ്. എന്താണ് എഗ്രിമെന്റ്? അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. എന്താണ് ഞാൻ തെളിയിക്കുക? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ ദൈനംദിന കാര്യങ്ങളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാനത് അള്ളാഹുവിനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാത്തൊരു ഷെയ്ഖിനെ, വലിയിനെ, ജിന്നിനെ, മലക്കിനെ, തങ്ങളെ, ബീവിയെ, ദീനാറിനെ, ദൃഹമിനെ, ഇതൊന്നും ഞാൻ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുന്ന സ്ഥാനത്തോ പകരം നിദ്ദൻ പകരമായിട്ടോ ശരീക്കൻ പാർട്ട്ണറായിട്ടോ ലഹീറൻ സഹായിയായിട്ടോ ഷഫീഅൻ ശുപാർശകനായിട്ടോ വസീലൻ ഇടയാളായിട്ടോ ഞാൻ പരിഗണിക്കുന്ന പ്രശ്നമില്ല. അശ്ഹദു, അത് ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഒന്നാമത്തെ ഷഹാദ. അപ്പോഴേ മുസ്ലിം ആകുന്നുള്ളൂ. അറബി ഭാഷയിൽ പേരുണ്ട്, കൃത്യസമയത്ത് മാർക്കം ചെയ്തിട്ടുണ്ട്, കണ്ടാൽ നല്ല തൊപ്പിയും താടിയിലുണ്ട്, 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, കൃത്യമായി നോമ്പും സക്കാത്തൊക്കെ കൊടുക്കുന്നുണ്ട്, മുസ്ലിം ജമാഅത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടൊന്നും മുസ്ലിമാന്ന് പറയാൻ പറ്റുകയില്ല. മുസ്ലിം ആകണമെങ്കിൽ ഷഹാദത്ത് സഹിയാകണം. മുസ്ലിം ആകണമെങ്കിൽ ഷഹാദത്ത് സഹിയാകണം. അള്ളാഹുമായി നടത്തിയ കരാറ് പാലിച്ചിരിക്കണം. എന്താണ് അള്ളാഹുമായി നടത്തിയ കരാർ? ഒന്നാമത്തെ കരാർ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ. ഉടൻ തന്നെ അല്ലാഹു തആല ആവശ്യപ്പെടുന്നു ഹിദായത്ത് നൽകിയ മുഅ്മിനീങ്ങളോട്, എങ്ങനെയാണ് നിങ്ങൾ ആ ഷഹാദത്ത് നടപ്പിലാക്കുക? എങ്ങനെയാണ് നിങ്ങളത് നടപ്പിലാക്കുക? നിങ്ങളുടെ ഹവ, നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചാണോ നിങ്ങളത് നടപ്പിലാക്കുക? അല്ല സയൻസ് അനുസരിച്ചാണോ നിങ്ങളത് നടപ്പിലാക്കുക? അതോ ഗവേഷണം ചെയ്തിട്ടാണോ നിങ്ങളത് നടപ്പിലാക്കുക? അതോ അതാത് കാലഘട്ടത്തിലുള്ള ബുദ്ധിജീവികളുടെ ഭൂരിപക്ഷത്തെ നോക്കിയിട്ടാണോ നിങ്ങളത് നടപ്പിലാക്കുക? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾ ആ പ്രവർത്തനം നടപ്പിലാക്കുക? ഉത്തരമില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കൽപ്പന വരുന്നത്, ഞാനൊരു റസൂലിനെ നിയോഗിച്ചയക്കുന്നുണ്ട്. ആ റസൂൽ എന്താണോ നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് ജീവിക്കാമെന്ന കരാറും കൂടി നിങ്ങൾ എനിക്ക് തരണം. എന്നാലേ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂൽ നിങ്ങൾക്ക് എന്താണോ തന്നിരിക്കുന്നത് അത് മുറുകെ പിടിച്ചോളണം. ആ റസൂൽ നിങ്ങളോട് എന്താണോ നിരോധിക്കുന്നത് അത് ഒഴിവാക്കിക്കൊള്ളണം. തയ്യാറാണോ? ആണല്ലാഹുവേ, എങ്കിൽ കരാറ് പറ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെയാ ഷഹാദത്ത് മനസ്സിലാക്കി തരേണ്ടത്? രണ്ടാമത്തെ ഷഹാദത്ത് നാം അല്ലാഹു കൊടുത്ത ഉറപ്പെന്താ? വഅശ്ഹദു, ഇനിയും ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അല്ലാഹുവിന് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു. അന്ന മുഹമ്മദൻ, മക്കയിൽ ഖുറൈശി തറവാട്ടിൽ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പേരക്കുട്ടി, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി, അബ്ദുല്ലാന്റെയും ആമിനാന്റെയും പൊന്നുമോൻ, ആ മോന്റെ പേര് മുഹമ്മദ്. മുഹമ്മദ് എന്റെ റസൂലാണ്. ആ റസൂൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രമേ അമലുകളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ. അശ്ഹദു, അത് ഇന്നു മുതൽ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് രണ്ടാമത്തെ ഷഹാദ. ക്ലിയർ അല്ല കാര്യം? അതുകൊണ്ടാണ് കൂട്ടരെ വളരെ കുറച്ച് പേരെ സ്വർഗത്തിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞത്. വലാകിന്ന അക്സറന്നാസിലായ അലമുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നെ ഭൂരിപക്ഷത്തിനും ഇത് മനസ്സിലാവില്ല എന്നാ, വളരെ ചെറിയ ന്യൂനപക്ഷത്തിന് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്നാ. ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കാൻ 1,00,000 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ
1000 പേർക്ക് മാത്രമേ ഈ മൂമിനായി മുസ്ലിമായി ജീവിക്കാൻ പറ്റുള്ളൂ. മൂമിനായി ജീവിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്നൊരു 100 പേർക്കോ 10 പേർക്കോ മാത്രമേ മുഹ്സിനാകാൻ പറ്റുള്ളൂ. എന്താണ് മുഹ്സിൻ? ഷഹാദത്ത് കൃത്യമായി നിർവഹിക്കുന്ന ആള്. അതാണ് മുഹ്സിൻ. അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതാണ് ഇഹ്സാൻ. ലൈസ ബൈനി വബൈന റബ്ബി ഷൈ. എൻ്റെ റബ്ബിന്റെ ഇടയിൽ വേറെ ഒന്നിനും ഞാൻ പരിഗണിക്കുന്ന പ്രശ്നമില്ല. മുസ്ലിം അല്ലാഹുവിനെ അംഗീകരിക്കുന്നു, ചിലപ്പോഴൊക്കെ വസ്തുക്കളെ പരിഗണിച്ച് ജീവിച്ചെന്ന് വരും. മുസ്ലിം മുഅ്മിൻ വസ്തുക്കളെ പരിഗണിക്കും, പക്ഷെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് മാത്രം. മുഹ്സിൻ ഒന്നിനെയും പരിഗണിക്കില്ല, അള്ളാഹുവിനെ മാത്രം. അല്ലാഹു അക്ബർ. അത്ര ക്ലിയർ ആണ്. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ കദാലിക ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം പഠിപ്പിച്ചു ഇറാഖിൽ വെച്ച്. ഇസ്ലാം ഈമാൻ എന്താണെന്ന് പഠിപ്പിച്ചു സിറിയയിൽ വെച്ച്. ഇഹ്സാൻ എന്താണെന്ന് പഠിപ്പിച്ചു മക്കയിൽ വെച്ച്. മോനെ അറുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇല്ലേ? മോനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ട ഇസ്മായിലിനെ കൂട്ടിയിട്ട് മീനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ പോയി ചരിച്ച് കിടത്തി, മുഖം അമർത്തി അടച്ചു. വതല്ലഹൂലിൽ ജബീൻ, നെറ്റി താഴെയാക്കത്തക്ക വിധത്തിൽ കിടത്തി. അങ്ങനെയാണ് അറുക്കുന്നത്. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല പറഞ്ഞു ഇബ്രാഹിമിനോട്, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം അറുക്കണ്ട, ഇസ്മായിലിന്റെ ഇറച്ചി എനിക്ക് വേണ്ട. ഇസ്മായിലിനെ ഇബ്രാഹിം നബി അറുത്തത് ബിരിയാണി തിന്നാനല്ല, അതുകൊണ്ട് ഉലഹിയത്തെല്ലാം ബിരിയാണിക്ക് വേണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കണ്ട. അതൊരു ഇബാദത്താണ്. അറുത്തതിന് ശേഷം എന്താ വേണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഇറച്ചിക്ക് വേണ്ടി ഇറക്കണ്ട ഉലഹിയത്ത്, അല്ലാഹ്ക്ക് വേണ്ടി ഇറക്കില്ല. യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ആ മൃഗത്തിന്റെ ഇറച്ചി അല്ലാഹ്ക്ക് ആവശ്യമില്ല, അതിന്റെ രക്തം അല്ലാഹ്ക്ക് ആവശ്യമില്ല, ഇതൊന്നും അല്ലാഹ്ക്ക് ആവശ്യമില്ല. അല്ലാഹ്ക്ക് ആവശ്യം നിന്റെ മനസ്സാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ ഹൃദയത്തിനെ പറ്റി പറഞ്ഞപ്പോ? അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇബ്രാഹിം നബിയുടെ ഇടയിൽ ഒന്നുമില്ല, അല്ലാഹ് മാത്രം. ഇഹ്സാൻ എന്ന ദർജയിൽ 100 മാർക്കോടെ ജയിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെയാണ് അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അയ്യാ ഇബ്രാഹിമോ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ, പണ്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ എന്റെ മകനെയും അറുക്കുമെന്ന്. അന്ന് സത്യം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇബ്രാഹിം അറുക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ അന്ന് ഇബ്രാഹിം സത്യം ചെയ്തിട്ടാണ് പറഞ്ഞത്, എനിക്ക് വല്ലാഹി എന്റെ അള്ളാഹ് എനിക്കൊരു മകനെ തന്നാൽ അള്ളാഹ് എന്നോട് കൽപ്പിച്ചാൽ ഞാൻ അതും അറുക്കുമെന്ന്. പക്ഷെ അത് വെറും വാക്കല്ല, അന്ന് പറഞ്ഞ വാക്കാണ് ഞാൻ ഈ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ആ സത്യം നീ നിറവേറ്റിയിരിക്കുകയാണ് ഇബ്രാഹിം, മോനെ വിട്ടേക്ക്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് നാം മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഇതാണ് ഇഹ്സാൻ. ആ രീതിയിൽ അമൽ ചെയ്യാൻ നാം ശീലിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെട്ട ഷഹാദത്ത് സഹിയാക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ഷഹാദ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമക്ക് കൊടുത്ത ഷഹാദ സഹിയാകണമെങ്കിൽ, അതെ, മുഹമ്മദുർ റസൂലുള്ളാഹിയുമായിട്ട് അല്ലാഹു തആല അഅമാലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അഅമാലുകളെ അല്ലാഹു തആല സമയങ്ങളും കാലങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് പാലിക്കാനുള്ള നിർദ്ദേശം അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്നത്. സമയകാലങ്ങളുമായി അല്ലാഹു തആല അഅമാലുകളെ ബന്ധിപ്പിക്കുന്നു. സമയകാലങ്ങളുമായി അല്ലാഹു തആല അഅമാലുകളെ ബന്ധിപ്പിക്കുന്നു. 12 മാസത്തെ അല്ലാഹു തആല നമുക്ക് ഓഹരി വെച്ച് തരുന്നു. ആദ്യം പറഞ്ഞു മിൻഹാ അർബഅത്തുൻ ഹുറും, 12 മാസത്തിൽ 4 മാസം ആദരണീയമാണ്. 12 മാസത്തിൽ 4 മാസം ആദരണീയമാണ്. ആ 4 മാസത്തിൽ ഒന്ന് റജബാണ്, രണ്ടാമത്തത് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം. ആ 3 മാസങ്ങളാണ്. റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇതാണ് 4 മാസങ്ങൾ. ഈ മാസങ്ങൾ എന്റെ അടുക്കൽ ആദരണീയമാണ്. അല്ലാഹു തആല എങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യത്തില് ഈ 4 മാസം ആദരണീയമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ഒറിജിനൽ വ്യവസ്ഥ. 12 മാസമാണ് ഒരു വർഷത്തിലുള്ളത്, അതിൽ 4 മാസം ആദരണീയമാണ്. അതാണ് ഒറിജിനൽ നിയമം. ദാലിക ദീനുൽ ഖയ്യിം, ചൊവ്വായ ദീൻ അതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഫലാ തസ്ലിമു ഫീഹിന്ന, ആ 4 മാസത്തിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്. അൻഫുസക്കും, നിങ്ങളെ തടിയോട്, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ശുഷ്കാന്തി കാണിക്കണം ദീനനുസരിച്ചുള്ള ജീവിതത്തിൽ ഈ 4 മാസങ്ങളിൽ എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഅമാലുകളെ വിശദീകരിക്കാൻ മെനക്കെടുകയാണ്.
അഅ്മാലുകളെ മാസങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു അല്ലാഹു തആല. അള്ളാഹുവിന്റെ അടുക്കൽ ഈ 4 മാസമടക്കം 7 മാസങ്ങൾക്ക് ആദരവുകൾ നൽകി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നീ 4 മാസമാണ്, അതിന്റെ തുടക്കം റജബാണ്. അപ്പൊ ഒന്നാമത്തെ മാസം റജബ് മാസമാണ്. നമ്മൾ പരിശോധിക്കേണ്ടത് മുഹമ്മദി റിസാലത്ത് അനുസരിച്ച് റജബ് മാസവുമായി ഏതെങ്കിലും ഒരു അമലിനെ അള്ളാഹു ബന്ധിപ്പിച്ചിട്ടുണ്ടോ? റജബ് മാസവുമായി ഏതെങ്കിലും ഒരു അമലിനെ, ഒന്നിക്കലൊരു നോമ്പ്, അല്ലെങ്കിൽ ഒരു ദിക്ർ, അല്ലെങ്കിൽ ഒരു ദുആ, റജബ് മാസവുമായിട്ട് അള്ളാഹു കണക്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ റജബ് മാസത്തിന് ഇന്ന പ്രത്യേകതയുണ്ട്, ശരിയാണ്, അതുകൊണ്ട് ഇന്ന അമലുണ്ട്, ശരിയല്ല. റജബ് മാസത്തിന്റെ 27ന്റെ നോമ്പ് ബിദ്അത്തിന്റെ നോമ്പാണ്. എന്തുകൊണ്ട്? റിസാലത്തിന്റെ കയ്യൊപ്പില്ല. അതുകൊണ്ട് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അനുവദിച്ചു തന്നതേ അമലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അമലിന് വിരുദ്ധമായ ഷഹാദത്തിനെതിരാവും. നാം അല്ലാഹു കൊടുത്തിരിക്കുന്ന കരാർ എന്താ? അശ്ഹദു അന്ന മുഹമ്മദൻ. ഏതെങ്കിലും ഒരു മുസ്ലിയാർ പറയും പോലെ ഞാൻ അമൽ ചെയ്തോളാം, ഏതെങ്കിലും ഒരു തങ്ങള് പറയും പോലെ ചെയ്തോളാം, ഏതെങ്കിലും ഒരു ഖത്തീബ് പറയും പോലെ ചെയ്തോളാം. ഇങ്ങനെയൊന്നല്ല നാം അല്ലാഹുക്ക് കരാർ കൊടുത്തത്. നാം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. അശ്ഹദു, അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ മുഹറം 27 നോമ്പ് നോക്കാത്തവർ ഷഹാദത്ത് സഹിയാക്കിയവരാണ്. റജബ് 27 നോമ്പ് നോക്കാത്തവർ ഷഹാദത്ത് സഹിയാക്കിയവരാണ്. എന്തുകൊണ്ട് നോക്കാതിരുന്നത്? നോമ്പോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, മാസത്തിന് ആദരവില്ലാത്തത് കൊണ്ടുമല്ല, മുഹമ്മദി റിസാലത്തിന്റെ കയ്യൊപ്പില്ലാത്തത് കൊണ്ട്. അതേ സന്ദർഭത്തിൽ ആ ദിവസം പുണ്യമാണെന്നും അവിടെ നോമ്പ് സുന്നത്തുണ്ടെന്നും പറഞ്ഞിട്ട് ഒരാൾ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തത് കള്ളമാണ്, അയാൾ ചെയ്ത നോമ്പ് ബിദ്അത്തിന്റെ നോമ്പാണ്, അയാളെ ഷഹാദത്തിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. കാരണം അയാൾ അള്ളാഹ് കൊടുത്ത ഉറപ്പിനെതിരാണത്. എന്താണ് അള്ളാഹ്ക്ക് നാം കൊടുത്ത ഉറപ്പ്? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മുഹമ്മദിന്റെ റിസാലത്തനുസരിച്ച് പ്രവർത്തിക്കും. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കുക തന്നെ ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ഷഹാദ. വെറുതെ അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാം കൊണ്ട് വെളിവാക്കി പറഞ്ഞു എന്ന് 1ാം ക്ലാസ്സിൽ മൊല്ലാക്ക പഠിപ്പിച്ചതനുസരിച്ച് മുന്നോട്ട് പോയ സംഗതി നടക്കൂല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ചർച്ച ചെയ്തേ പറ്റൂ. ഷഹാദത്തിനെ സംബന്ധിച്ച് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഷഹാദത്ത് ചർച്ച ചെയ്തേ പറ്റൂ. ഒന്നാമത്തെ ഷഹാദ അള്ളാഹ് കൊടുക്കുന്ന ഉറപ്പാണ്. രണ്ടാമത്തെ ഷഹാദ റസൂൽ റിസാലത്തുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹ് കൊടുക്കുന്ന ഉറപ്പാണ്. ഒന്നാമത്തെ ഷഹാദ ഉലൂഹിയത്തുമായി, അള്ളാഹു അല്ലാത്ത ആരുമായിട്ടും ഒരു കണക്ഷൻ എനിക്കില്ല. അശ്ഹദു. രണ്ടാമത്തെ ഷഹാദ ഞാൻ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു ശൈഖ് പറഞ്ഞു, ഒരു തങ്ങള് പറഞ്ഞു, ഒരു ഇമാമ് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഉസ്താദ് പറഞ്ഞു, ഇതൊന്നും ഞാൻ അമൽ ചെയ്യുകയില്ല. മുഹമ്മദി റിസാലത്തിനാണ് ഞാൻ ഷഹാദത്ത് കൊടുത്തിരിക്കുന്നത്. ആ മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് എനിക്ക് രേഖ കിട്ടിയാൽ ഞാൻ അമൽ ചെയ്യും. ഇതാണ് റജബ് മാസത്തിന്റെ അവസ്ഥ. അപ്പൊ റജബ് മാസം ആദരവിൻ്റെതാണ്, അനുഷ്ഠാനത്തിൻ്റെതല്ല. മനസ്സിലാക്കുന്നതല്ലേ പറയുന്നത്? ഒരനുഷ്ഠാനം, ഒന്നിക്കൊരു ദുആ, അല്ലെങ്കിൽ ഒരു ദിക്ർ റജബിൽ സ്പെഷ്യലായി പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സഹാബാക്കൾക്ക് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല. പിന്നെ വന്നതെല്ലാം മുസ്ലിയാക്കന്മാരെ വകയാ. അത് നമ്മളുമായിട്ട് ബന്ധവുമില്ല. എന്തുകൊണ്ട്? നാം അല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തുപോയി. അതുകൊണ്ട് രണ്ടാമത്തെ മാസം ശഅബാനാണ്. അമലുമായിട്ടൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടാണ് റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു ചർച്ചയും നമ്മൾ ചെയ്യാതിരുന്നത്. ഇപ്പൊ ശഅബാൻ പറഞ്ഞു, ഇന്ന് 1, 2, 3 ശഅബാൻ. അതുകൊണ്ട് തന്നെ ശഅബാനെ പറ്റി ചർച്ച ചെയ്യണം. രണ്ടാമത്തെ മാസം ശഅബാനാണ്. അള്ളാഹു ആദരിച്ച രണ്ടാമത്തെ മാസം ശഅബാനാണ്. 3ാമത്തെ മാസം റമളാനാണ്. 4ാമത്തെ മാസം ദുൽഖഅദാണ്. 5ാമത്തെ മാസം ദുൽഹിജ്ജയാണ്. 6ാമത്തെ മാസം മുഹറമാണ്. അപ്പൊ റജബ് മുതൽ അങ്ങോട്ട് 7 മാസത്തെ അള്ളാഹു ആദരവിന്റെ മാസമായി പറഞ്ഞുതരികയും ആ മാസങ്ങളിൽ അഅ്മാലുകളെ അള്ളാഹു റിസാലത്തുമായി കണക്ട് ചെയ്തതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ശഅബാൻ മാസത്തെ പരിശോധിച്ച് നോക്കാം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരികയും അറിവനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുകയും അങ്ങനെ 2 ഷഹാദത്ത് നിലനിർത്തി ഒറിജിനൽ ഒരു ഡാമേജും ഇല്ലാത്ത ഷഹാദത്തുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്താണോ വേണ്ടത് നമ്മുടെ അവസാന ജീവിതത്തിൽ അള്ളാഹു അത് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ശഅബാൻ മാസം അത് ആദരവിൻ്റെതും ആണ്, അനുഷ്ഠാനത്തിൻ്റെതും ആണ്. റജബ് ആദരവിൻ്റെതാണ്, അനുഷ്ഠാനിക്കാൻ ഒന്നുമില്ല. അതാണ് നമ്മുടെ ഷഹാദ. രണ്ടാമത്തെ മാസം ഷഅബാനാണ്. ഷഅബാൻ ആദരവിൻ്റെതാണ്, ബഹുമാനത്തിൻ്റെതാണ്. അതിനെ നാം പരിഗണിക്കണം. ഇത് ഷഅബാൻ മാസമാണ്. പെണ്ണുങ്ങളോട് കുട്ടികളൊക്കെ സംസാരിക്കുമോ, ഉമ്മ മക്കളോട് സംസാരിക്കുമോ, മക്കളെ ഷഅബാൻ മാസമാണടാ, ഒന്ന് കുളിച്ച് വൃത്തിയാകടാ. അത് ആദരവിന്റെ ലക്ഷണമാണ്. നമ്മൾ മാസത്തെ ആദരിക്കുന്ന ലക്ഷണമാണ്. അപ്പം ഭാര്യ ഭർത്താവോട് എന്തെങ്കിലും പറയുമ്പോൾ എന്തിങ്ങനെ അപ്പം ഭർത്താവിന് പറയാം, നീ ഒന്നും ഉണ്ടാണ്ടിരിക്കും, ഇത് ശഅബാൻ മാസമാണ്, നമുക്ക് അള്ളാഹു നന്മയുടെ മാസമായി നിശ്ചയിച്ച മാസമാണ്, ഈ മാസത്തെ ടൂറ് പോക്കും അതൊന്നും ശരിയാവില്ല. നാടൻ ഭാഷയിൽ പറയാണ് ഞാൻ. ശഅബാനെ ആദരിക്കണം, ശഅബാനെ ആദരിക്കണം. അത് ഈമാന്റെ ഭാഗമാണ്, അനുഷ്ഠാനത്തിൻ്റെതും ആണ്. എന്താണ് ശഅബാൻ മാസത്തിലെ അനുഷ്ഠാനം? നോമ്പ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദും ഇമാം നസായിയും നിവേദനം ചെയ്യുന്നു. ഖാൽ, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ലം അറാക തസൂമു ശഹ്റൻ മിനശ് ശുഹൂർ, തങ്ങളെ നിങ്ങൾ നോമ്പ് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു മാസവും. ഇല്ലാ ഹാദ ശഹ്ർ ഐ ശഹ്റു ശഅബാൻ, ഈ ശഅബാൻ മാസത്തിലല്ലാതെ മറ്റൊരു മാസത്തിലും ഇത്രയധികം നോമ്പ് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉസാമത്ത് ബിൻ സയ്യിദ് ഹിബ്ബു റസൂലില്ല, അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നുമോൻ സയ്യിദ് ബിൻ ഹാരിസ. സയ്യിദ് ബിൻ ഹാരിസക്ക് ഉമ്മൈമനിൽ ഉണ്ടായ കുഞ്ഞാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. എല്ലാത്ത ഇഷ്ട റസൂലുള്ളാഹിങ്ങൾക്ക് എവിടെ പോകുമ്പോൾ ഒന്നിച്ചുണ്ടാവും. ഹിബ്ബു റസൂലില്ല, അഷ്റഫുൽ ഖൽഖിന്റെ കരളിന്റെ കരളുന്ന ഉസാമത്ത് ബിൻ സയ്യിദിനെ പറ്റി പറയാറ്. കാരണം സയ്യിദ് ബിൻ ഹാരിസിനോടുള്ള സ്നേഹം അത് വേറെ ചരിത്രമാണ്. നിങ്ങൾ വേറെ ഒരു മാസത്തിലും ഇത്രയധികം നോമ്പ് നോക്കാറില്ലല്ലോ തങ്ങളെ. ഈ ശഅബാന്റെ മാത്രം എന്താ നിങ്ങൾ ഇത്രയധികം നോമ്പ് നോക്കണത്? ഒരു മാസത്തിലും നമ്മളങ്ങ് നോമ്പ് നോക്കുന്നത് കണ്ടിട്ടില്ല. ഇല്ല ഹാദ ശഹ്ർ, അതായത് ശഅബാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസാമ, തീർച്ചയായിട്ടും ഹാദാ ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിന്റെയും റമളാന്റെയും ഇടയിലുള്ള ഈ മാസമുണ്ടല്ലോ ഉസാമ, അതിന്റെ പോരിശ അധിക ജനങ്ങൾക്കും അറിയില്ല. യഗ്ഫുലുന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അശ്രദ്ധരാണ് എന്നാണ് ആ വാക്കിന്റെ മാന. അധിക ആൾക്കാർക്കും ഈ മാസത്തിന്റെ പോരിശ അറിയില്ല മോനെ. ഈ മാസത്തിന്റെ പ്രത്യേകത അറിയുമോ നിനക്ക്? ഹാദാ ശഹ്റുൻ, ഇതൊരു മാസമാണ്. ഒരു വർഷത്തെ അമലുകൾ കണക്കുകൂട്ടി അതിന്റെ റെക്കോർഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞ റമദാൻ മുതൽ ഇങ്ങോട്ടുള്ള അഅ്മാലുകളെ എല്ലാം കൂടി കൂട്ടി പെരുക്കി ഹരിച്ച് ശരിയാക്കി റെക്കോർഡാക്കി റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് അമലുകളെ മുഴുവനും ഉയർത്തപ്പെടുന്നത് ഈ മാസമാണ് മോനെ. എന്ന് വെച്ചാൽ അള്ളാഹിന്റെ ഒരു കൊല്ലത്തേക്കുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ശഅബാനിലാണ്. റമദാൻ മുതൽ പുതിയ അക്കൗണ്ട് തുടങ്ങുകയാണ് എന്നർത്ഥം. പുതിയ 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 ചാപ്റ്റർ തുടങ്ങുകയാണ്, പുതിയ ഫയൽ തുടങ്ങുകയാണ് റമദാൻ മുതൽ. ശഅബാൻ ഫയൽ, ഒരു കൊല്ലത്തെ ഫയൽ ക്ലോസ് ചെയ്യുന്നത് മാസമാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഉഹിബ്ബു, മോനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ യുർഫഅ അമലി, എന്റെ അമൽ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു മോനെ, ആഗ്രഹിക്കുന്നു മോനെ. വഅന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ. ഇനി പോരിശകളൊന്നും കൂടുതൽ വേണ്ട. നീ കൂടുതൽ പിന്നെ വലിയ വലിയ വൈത്താളം വിട്ടിട്ടൊന്നും കാര്യമില്ല. ഈ ഒറ്റ ഹദീസ് മതി ഈ ശഅബാനിനെ അമല് കൊണ്ടാതിരിക്കാൻ. ആ അമലാവട്ടെ നോമ്പ് കൊണ്ടായിരിക്കുകയും വേണം. ആ നോമ്പാവട്ടെ
നമ്മുടെ അമലുകൾ ക്ലോസ് ചെയ്യുന്ന ഈ മാസം, നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലേ കച്ചവടക്കാർക്ക് കുറച്ച് കൂടുതൽ ഉണർവുണ്ടാകുക അല്ലേ? അക്കൗണ്ട് അതിൻ്റെ വർഷക്കണക്കായിട്ട് കണക്ക് നോക്കുമ്പോൾ അതെ, നമുക്ക് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വിശപ്പെട്ട മാസമാണിത്. ഞാൻ എന്നോട് ദിവസനോടും നിങ്ങളോടും എഴുതിക്കുന്ന സഹോദരിമാരോടും ലോകത്തോടും പറയട്ടെ, ഇന്ന് ആകെ 1-2 ദിവസമേ ആയിട്ടുള്ളൂ ഷഅബാൻ. ബാക്കി മാസം കിടക്കുകയാണ്. നോമ്പ് കൊണ്ട് ശൂലാകുക. തിങ്കളാഴ്ചൻ്റെ നോമ്പ്, വ്യാഴാഴ്ചൻ്റെ നോമ്പ്, അതേപോലെ തന്നെ വെളുത്തരാവ് അയ്യാമുൽ ബീദിന്റെ നോമ്പ്, കൂടാതെ ഇടവിട്ടുള്ള നോമ്പ്. ആയിഷത്തു സിദ്ദീഖയിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി തങ്ങൾ ഒരു മാസം മുഴുവനുമായി ഇത്രയധികം നോമ്പ് നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇല്ല ഷഅബാൻ. റമദാൻ ഇതിലൊന്നും ബാധകമല്ല. റമദാൻ ഫർള് നോമ്പാണ്. ഫർള് നോമ്പിനെ പറ്റിയുടെ ചർച്ചയില്ല. ഫർള് നോമ്പിനെ പറ്റി ചർച്ചയില്ല. അത് ചെയ്തേ പറ്റൂ. അത് ആരായാലും ചെയ്തേ പറ്റൂ. ഇവിടെ അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടം കൂടുന്ന നോമ്പാണ് ഈ പറയുന്നത്. ഫർള് ഇഷ്ടം കൂടാനല്ല, കർമ്മ നിർവഹിക്കാനാണ്. അത് ഹക്കാണ്. അള്ളാഹ് കൊടുക്കാനുള്ള അവകാശമാണ്. അത് കൊടുത്തേ പറ്റൂ. അത് അള്ളാഹിന്റെ ഹക്കാണ്. ആ ഹക്ക് വീട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തെ നാം നോമ്പ് കൊണ്ട് ശൂലാക്കുക. അതേസമയത്ത് ശഅബാൻ മാസവുമായി ജൂതൻ അല്ലെങ്കിൽ ജൂതന്റെ ഏജൻസികൾ ഈ ഒറിജിനൽ ഇല്ലാതാക്കി തീർക്കാൻ ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് വരും. 15ന്റെ നോമ്പ് പോലെ ശഅബാൻ 20 റജബ് 27ന്റെ നോമ്പ് ബിദ്അത്തിന്റെ നോമ്പായതുപോലെ ശഅബാൻ 15ന്റെ മാത്രമായിട്ടൊരു നോമ്പ്. അതിന് പേര് ബറാത്തിന്റെ നോമ്പ്. വല്ലാഹി ബിദ്അത്തിന്റെ നോമ്പാണ്. കാരണം അങ്ങനെ ഒരു നോമ്പ് മുഹമ്മദ് ഈ റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിലില്ല. അതേസമയത്ത് മുഴു നോമ്പ്, ഒന്നിടവിട്ട് നോമ്പ്, എല്ലാ ദിവസവും നോമ്പ് നോക്കി, 1-2 ദിവസം ആഴ്ചക്ക് ഒഴിവാക്കി, ഞായറാഴ്ച നോക്കി, തിങ്കളാഴ്ച നോക്കൽ, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, അങ്ങനെ നോക്കി. ഏതെങ്കിലും 1-2 ദിവസം ഒഴിവാക്കി. ഒന്നിക്ക് വെള്ളിയാഴ്ച ഒഴിവാക്കി, അല്ലെങ്കിൽ ശനിയാഴ്ച ഒഴിവാക്കി. അങ്ങനെ നോമ്പോടെ നോമ്പ്. കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കി. ഉമ്മയും ബാപ്പയും നോമ്പ് നോക്ക്. എന്താ ബാപ്പ, എന്താ ഉമ്മ, റമദാൻ ആയിട്ടില്ലല്ലോ, എന്ത് നോമ്പാ ഇങ്ങക്ക് നോമ്പ്? മോനെ, ഇത് ശഅബാനാണ് മോനെ. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തിട്ടില്ലേ നാം? ആ ഷഹാദത്ത് പാലിക്കാൻ ഞാൻ ഈ കൊല്ലം തയ്യാറായി. ഇതുവരെ ഞാൻ ഇത് കേട്ടിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഇക്കൊല്ലം അത് പ്രവർത്തിക്കാൻ തയ്യാറായി മോനെ. അതുകൊണ്ട് തിങ്കളാഴ്ച നമുക്ക് നോമ്പ് നോക്കാം, ബുധനാഴ്ച വ്യാഴാഴ്ച നമുക്ക് നോമ്പ് നോക്കാം. യൗമുൽ ഇസ്നൈൻ, യൗമുൽ ഖമീസ്. തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്. തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതെ, ഫീഹി വുലിത്തു, എന്റെ ഉമ്മ എന്നെ പെറ്റത് തിങ്കളാഴ്ചയാണ്. ജന്മദിനം, മുഹമ്മദ് നബിയുടെ ജന്മദിനം പ്രമാണിച്ച് ഒരു വർഷത്തിൽ 52 നോമ്പ്, തിങ്കളാഴ്ച നോമ്പ്. റബീഉൽ അവ്വൽ മാത്രമായിട്ട് നോറ്റാലോ ബിദ്അത്താവും. അങ്ങനെ ഒരു നോമ്പ് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്നും നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. തിങ്കളാഴ്ചയാണെന്ന് റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ നോമ്പ് നോറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നു. കാര്യം എന്റെ ഹബീബ് തിങ്കളാഴ്ച നോമ്പ് നോക്കാറ്. അതേപോലെ തന്നെ വ്യാഴാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഒരാഴ്ചന്റെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. അത് വ്യാഴാഴ്ചയാണ്. ആ ദിവസം ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണം. അത് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് വ്യാഴാഴ്ച നോമ്പിന്റെ പ്രത്യേകത. മൊത്തത്തിലുള്ള അമല് അത് ശഅബാൻ മുഴുവനുമായി, അത് തിങ്കളാഴ്ചക്കും വ്യാഴാഴ്ചക്കും മാത്രമല്ല പ്രത്യേകത. ശഅബാന്റെ എല്ലാ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് റമദാൻ പോലെ ആകാതിരിക്കാൻ ഇടയ്ക്കൊന്നോ രണ്ടോ ഒഴിവാക്കുക, നോമ്പ് നോക്കുക. അതായിരിക്കട്ടെ ഇന്ന് നമ്മുടെ നിയ്യത്ത്. ഇനി വരാനിരിക്കുന്ന മറ്റന്നാളെ തിങ്കളാഴ്ചയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വ്യാഴാഴ്ചയാണ്. നമുക്കൊന്ന് ശഅബാനെ സജീവമാക്കാം. നമുക്കും കുടുംബത്തിനും ഭാര്യ മക്കൾക്കും പറ്റിയ കാലാവസ്ഥയാണ്. കാലാവസ്ഥക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ശഅബാനെ ഒന്ന് സജീവമാക്കാം. എന്നിട്ട് ഇക്കൊല്ലത്തെ ശഅബാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്ന ശഅബാനാക്കാം. അങ്ങനെ കഴിഞ്ഞുപോയ കാലത്തെ മുഴുവനും അല്ലാഹ് പുറത്ത് വരാനിരിക്കുന്ന കാലം വിജയത്തിൻ്റെതും സമാധാനത്തിൻ്റെതും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا اللهم اعزنا واعز الإسلام والمسلمين اللهم انصرنا وانصر الإسلام والمسلمين اللهم ألف بين قلوب المسلمين الموحدين اللهم يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين إن الله يأمر